സ്മാർട്ട് ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് മനുഷ്യരിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യമായിട്ട് തിരിച്ചറിയാൻ പോകുന്ന ജനറേഷൻ നമ്മുടേതായിരിക്കും. ഇപ്പോഴും നമുക്ക് അതിൽ വലിയ ധാരണയൊന്നുമില്ല. സ്മാർട്ട് ഫോൺ യൂസേജ് കൊണ്ട് നമ്മുടെ ബ്രെയിൻ ചുരുങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തിയതുപോലെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്വിച്ച്ഡ് ഓഫ് ആണെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്ന മുറിയിൽ നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ അത് അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലായിരിക്കാം, കമ്പ്യൂട്ടറിലായിരിക്കാം, ടി വിയിലായിരിക്കാം. ബട്ട് ഐ വോണ്ട് ടു സ്റ്റാർട്ട് വിത്ത് എ ചാലഞ്ച്. സ്മാർട്ട് ഫോണിൽ കാണുന്നവർ അല്ലെങ്കിൽ പോലും എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടാവും. ആൻഡ് ഞാൻ പറയാൻ പോകുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീരുന്ന സമയം വരെ നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷനും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് ഐ എം ക്യൂരിയസ് ടു നോ, ആരെങ്കിലും ഒരാളെങ്കിലും അവരുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡിസ്ട്രാക്ഷനിൽ ഒന്നും വീഴാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ. നിങ്ങൾ ഈ ചലഞ്ച് ഫെയിലായാൽ പലതവണ നിങ്ങൾ പോയി നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ നോട്ടിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് ഈ വീഡിയോയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്ന് നമ്മളോട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഒട്ടും ഫോക്കസ് കിട്ടുന്നില്ല എന്ന് തോന്നിയോ? എവിടെയാണ് വീഡിയോ പറഞ്ഞു നിർത്തിയത് എന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? അതോ നിങ്ങൾക്ക് കാമായിട്ട് തോന്നിയോ? അതോ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നിയോ? അതെന്തുമാവട്ടെ, നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് തോന്നിയത് എന്ന് ഷെയർ ചെയ്യൂ. മാത്രമല്ല, നിങ്ങൾ ഒരുപാട് തവണ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര തവണ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പോയി ഡിസ്ട്രാക്റ്റഡ് ആയി തിരിച്ചു വന്നു എന്നും പറയും. ലോകത്തിലുള്ള മിക്ക അഡിക്ഷൻസും സിമിലർ ആണ്. ഞാൻ ഇവിടെ ഫോൺ അഡിക്ഷൻ ഫോക്കസ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന എല്ലാ സ്റ്റഡീസും എല്ലാ റിസർച്ചസും നിങ്ങൾ ഏതൊരു അഡിക്ഷനിലും അപ്ലൈ ചെയ്യാം. സോ മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങളുടെ അഡിക്ഷനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ നമ്മുടെ സ്ട്രെസ് ലെവലിനെ, നമ്മുടെ എഫിഷ്യൻസിയെ, നമ്മുടെ കോൺസെൻട്രേഷനെ, നമ്മുടെ ഓർമ്മയെ, അതിനൊക്കെ മുകളിൽ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബട്ട് ഇറ്റ്സ് ഓൾ നോട്ട് നെഗറ്റീവ്. എങ്ങനെയാണ് കൂടുതൽ ഡാമേജസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. പക്ഷേ ഈ ഒരു കാര്യം പറയാതെ എനിക്ക് ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ ലൈഫ് എത്രത്തോളം ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ള ഒരു ഫാക്റ്റ് ഞാൻ ഇവിടെ അക്നോളജ് ചെയ്യുന്നു. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ തന്നെ അതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ടെന്നും നമ്മളുടെ ലൈഫൊക്കെ അത് ഒരുപാട് ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നും ഉള്ള സത്യം നമ്മളെല്ലാവരും തിരിച്ചറിയുന്നുണ്ടല്ലോ. പക്ഷേ ഈ വീഡിയോയിൽ സ്മാർട്ട് ഫോണിൻ്റെ നെഗറ്റീവ് വശമായിട്ടുള്ള അഡിക്ഷനെ പറ്റി മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ ചെയ്യാനുണ്ടായ മോട്ടിവേഷൻ ഈ കാണുന്ന പുസ്തകങ്ങളാണ്. ഇനി നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ അഡിക്ഷനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഗ്രീൻഫീൽഡ് ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് കണക്റ്റിക്കറ്റ് സ്കൂൾ ഓഫ് മെഡിസിൻ. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര എസ് വരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ സമയം നിങ്ങൾ ഫോണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? 2. നിങ്ങൾ ഫോണിൽ നോക്കിയിരിക്കുന്ന മിക്ക ദിവസവും നിങ്ങൾ പോലും അറിയാതെ കുറേ സമയം പോകുന്നുണ്ടോ? 3. ഫോൺ നോക്കിയിരുന്ന് സമയത്തിൻ്റെ ഒരു ട്രാക്ക് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ടോ? 4. മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ ടെക്സ്റ്റിലൂടെയും മെസ്സേജസിലൂടെയും ട്വീറ്റിലൂടെയും ഒക്കെ ആണോ സംവദിക്കാറുള്ളത്? 5. ഓരോ ദിവസവും നിങ്ങളുടെ ഫോണുമായി സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടി വരുന്നുണ്ടോ? 6. ഫോണുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ടോ? നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഓൺ ആക്കി വെച്ച് നിങ്ങളുടെ അടുത്ത് വെച്ചതിന് ശേഷമാണോ നിങ്ങൾ ഉറങ്ങുന്നത്? ഇനി 8. നിങ്ങൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെ ഒക്കെ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോൺ നോക്കാനും നിങ്ങളുടെ ടെക്സ്റ്റിന് റിപ്ലൈ ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ടോ? 9. ഡ്രൈവിംഗ് പോലെ വളരെ ഫോക്കസ് വേണ്ട ജോലികൾക്കിടയിൽ പോലും നിങ്ങൾ ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാറുണ്ടോ? ഇനി 10. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസേജ് കാരണം കുറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 11. കുറച്ച് നേരമെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇനി 12. നിങ്ങൾ ആക്സിഡൻ്റലി ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ടൊന്ന് പുറത്തു പോയാലോ, അതല്ലെങ്കിൽ സർവീസ് ഇല്ലാത്ത ഏരിയയിൽ, അതല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വല്ലാത്ത ഡിസ്കംഫർട്ടോ ഒക്കെ തോന്നാറുണ്ടോ? ഇനി 13. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഫോൺ കൂടെ ഉണ്ടാവാറുണ്ടോ? ഇനി 14. സ്മാർട്ട് ഫോൺ ചെറുതായിട്ടൊന്ന് ബീപ്പ് അടിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് ടോൺ ഒന്ന് കേട്ടാലോ ഓടിപ്പോയി ഫോൺ എടുത്ത് നോക്കാനുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള എർജ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇനി 15. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനില്ലെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും വെറുതെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാനുള്ള എർജ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? സോ ഇതായിരുന്നു 15 ചോദ്യങ്ങൾ. ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറിൻ്റെ മീനിങ്ങും അതിൻ്റെ അനാലിസിസും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്ത സമയത്ത് അതങ്ങ് ദൂരെ എവിടെയോ ഒരു ബിൽഡിങ്ങിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പതിയെ അത് സ്കൂളുകളിലും ഓഫീസുകളിലും വന്നു. പിന്നീട് നമ്മുടെ വീടുകളിൽ ഒരു മുറിയിൽ അതെത്തി.
പിന്നീട് പേഴ്സണൽ ലാപ്ടോപ്പ് എന്ന നിലയിൽ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് വളർന്നു. ഇപ്പോൾ അത് പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുന്ന പോലെ ഒരു സ്മാർട്ട് ഫോണായി മാറി. ടെക്നോളജി വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ഉള്ളിൽ എംബഡ് ചെയ്യുന്ന കാലവും ദൂരെയല്ല. ഈ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിന് എത്ര കാലം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും എന്നെനിക്കറിയില്ല. എന്നാൽ ഈ സോഫ്റ്റ്വെയർസിൻ്റെ അൽഗോരിതം ഓൾറെഡി നമ്മുടെയൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ പ്രസൻറ്റിലെ കാര്യം കുറച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ പോലും നമ്മുടെ ഫോൺ നമ്മുടെ അടുത്തില്ലെങ്കിൽ നമുക്ക് ആഹാരം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കസേരയിൽ 10 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നില്ല, ഫോൺ ഇല്ലാതെ കട്ടിലിൽ ഒരു 10 മിനിറ്റ് കിടക്കാൻ സാധിക്കുന്നില്ല. ഫോൺ ഇല്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ എൻജോയ്മെൻ്റ് ഇല്ല എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളുടെ ഫോണിലെ ആപ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളുടെ ബ്രെയിനിലെ ഡോപ്പമീൻ റെസ്പോൺസസിനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലാണ്. നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവിയുണ്ട്, സോഷ്യൽ ഡൈലമ. അതിൽ പറയുന്നുണ്ട് ഓരോ ആപ്പ് ഡിസൈൻ ചെയ്ത എഞ്ചിനീയേഴ്സും എത്രത്തോളം ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണ് ഓരോ സ്വിച്ചിൻ്റെയും കളർ തന്നെ ഡിസൈൻ ചെയ്യുന്നത് എന്ന്. ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആപ്പ് ലീവ് ചെയ്യാതിരിക്കാനായിട്ട് അത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ് അവരതിനുവേണ്ടി ചെയ്യുന്നത്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ സ്റ്റീവ് ജോബ്സിനോട് അതിൻ്റെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് ഐപാഡ് ഇഷ്ടമാണോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, വീട്ടിൽ കുട്ടികൾക്ക് ടെക്നോളജി യൂസ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ബിൽ ഗേറ്റ്സിനോടും മെലിൻഡ ഗേറ്റ്സിനോടും ചോദിച്ചപ്പോൾ 14 വയസ്സ് വരെ കുട്ടികൾക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഫോൺസ് കയ്യിൽ കൊടുത്തിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഈ ഫോൺ നോക്കിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സമയം മാത്രമാണോ നഷ്ടമാവുന്നത്? വേറെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ ബ്രെയിനിൻ്റെ ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്മറി സെൻറ്റർ. നമ്മുടെ ലേണിങ്ങും നമ്മുടെ ഇമോഷണൽ പ്രോസസ്സിങ്ങും ഇതെല്ലാം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ന്യൂയോർക്കിലെ ക്യാബ് ഡ്രൈവേഴ്സിൽ നടന്ന ഒരു പഠനം പറയുന്നത് അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രീറ്റ്സും റോഡും എല്ലാം ഇവർ ഓർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഹിപ്പോ ക്യാമ്പസിന് ഒരല്പം വലിപ്പം കൂടുതലുണ്ട് എന്നാണ്. അതുമാത്രമല്ല 2021 നടന്ന ഒരു സ്റ്റഡി പറയുന്നത് പ്രകാരം സ്മാർട്ട് ഫോൺ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൻ്റെ സൈസ് കുറയും എന്നും, ഇനി വളരെ യങ് ആയിട്ട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് വളരെ വളരെ വലുതായിരിക്കും എന്നുമാണ് ആ പഠനം പറയുന്നത്. അതുമാത്രമല്ല MRI സ്കാൻസിൻ്റെ മെറ്റാ സ്റ്റഡിയിൽ പറയുന്നത് സ്മാർട്ട് ഫോൺസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ബ്രെയിനിൻ്റെ പല റീജിയൻസിലും ഗ്രേ മാറ്റർ വോളിയം കുറവായിരിക്കും എന്നുമാണ്. ലോവർ ഗ്രേ മാറ്റർ വോളിയം കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം? ഡിപ്രഷൻ സംഭവിക്കാം, ഡിമെൻഷ്യ സംഭവിക്കാം, സ്കിറ്റ്സോഫ്രീനിയ സംഭവിക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മളുടെ ബ്രെയിനിൻ്റെ ഏരിയാസ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ കഴിവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ്. ഡിമെൻഷ്യ പോലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെമ്മറി കുറച്ച് താഴോട്ട് പോകുമെന്ന്. നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ കുറയും തോറും നമ്മൾ കൂടുതൽ ഫോണിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കൂടുതൽ ഫോൺ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ മെമ്മറി ലോസും നമുക്കുണ്ടാവും. ബ്രേക്കപ്പ് വിത്ത് ഫോൺ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ എനിക്ക് വളരെ പുതിയതായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു ഹ്യൂമൻ ബ്രെയിനിന് മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ് എന്നുള്ള കാര്യം. 2.5% താഴെ ആളുകൾക്ക് മാത്രമേ ഇഫക്റ്റീവായിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ സമയം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ കരുതും നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട് എന്ന്. എന്നാൽ അത് നമ്മുടെ കോഗ്നിറ്റീവ് ബ്രെയിനിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട്സ് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവില്ലാതാകും. മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ബ്രെയിനിന് നമ്മൾ മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു സെൻസ് ഓഫ് അർജൻസി, ഒരു ധൃതി ഉണ്ട് എന്നുള്ളൊരു ഫീൽ കൊടുക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും ലോങ് ടേം മെമ്മറി സ്റ്റോറേജിലേക്ക് നമ്മുടെ ബ്രെയിൻ ട്രാൻസ്ഫർ ചെയ്യില്ല. അതായത് നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നാൾ ഓർത്തിരിക്കാനുള്ള ചാൻസ് ഇല്ലാതാകും എന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ പേഴ്സണലായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മൂവി കണ്ടാൽ കുറേ നാളുകൾക്ക് ശേഷം ആ മൂവിയിലെ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ആ മൂവിയിലെ ഏതെങ്കിലും ഒരു ഡയലോഗോ കേട്ട് കഴിഞ്ഞാൽ പോലും ഞാനത് ഏത് മൂവിയാണ്, ഞാൻ എവിടെ വെച്ചാണ് കണ്ടത് എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മൂവി കണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ആ മൂവിയുടെ പേര് പോലും ഓർക്കാറില്ല. പിന്നെ ആ പടം നമ്മൾ ഒന്നുകൂടെ റീവാച്ച് ചെയ്ത് കുറേ കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഈ പടം ഞാൻ ഓൾറെഡി കണ്ടതാണ് എന്ന്. എനിക്കിത് മൾട്ടിപ്പിൾ ടൈം സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ ഇതായിരിക്കാം കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഞാനൊരു സിനിമ കാണുന്ന സമയത്ത് വളരെ കുറച്ച് കാലം കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടായിരുന്നു സിനിമ കണ്ടിരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഡിസ്ട്രാക്ട് ചെയ്ത ഓരോ നിമിഷവും വേസ്റ്റ് ആക്കി കളഞ്ഞ സമയം പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് എത്ര വലിയ എക്സ്പീരിയൻസ് ആയാലും ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യുന്ന സമയമായാലും ആ കാര്യങ്ങളൊന്നും നമ്മുടെ ലോങ് ടേം മെമ്മറി സ്റ്റോറേജിലോട്ട് പോകുന്നില്ല. അത് പിന്നീട് ഒരു നല്ല മെമ്മറി ആയോ നമ്മുടെ ബ്രെയിൻ ഓർക്കാനും പോകുന്നില്ല. ഇനി നോമോഫോബിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്മളുടെ അടുത്ത് നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഫിയറിനെയാണ് പറയുന്നത്. ദ ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്.
കുറച്ച് ആളുകളോട് അവരുടെ ഫോൺ മാറ്റി വെച്ചിട്ട് ഒരു പാസേജ് വായിക്കാൻ അവരോട് പറയുകയാണ്. പക്ഷേ അവരുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവർക്ക് കേൾക്കാം, കാണാം. കുറച്ച് ടെക്നിക്കൽ എക്യുപ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യം, ഓരോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും അവരുടെ ആങ്സൈറ്റി സ്പൈക്ക് ചെയ്യും. അവരുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ, അതായത് വായിച്ച് മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവ് താഴോട്ട് പോകും. ഈ എക്സ്പെരിമെന്റിന്റെ ടെക്നിക്കൽ സൈഡ് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം വായിക്കാം, അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഇതെങ്ങനെയായിരിക്കും ഇവർ ചെയ്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ലാബിൽ നടന്ന എക്സ്പെരിമെന്റ്, അതല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ നടന്നൊരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാനൊരു ഇൻഡിക്കേഷൻ ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ എടുത്താൽ മതി എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു ആവറേജ് യൂസർ 96 തവണയെങ്കിലും അവരുടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ആ കണക്കിനെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആളുകളും ഒരു തവണ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് 1 രൂപ വീതം തന്നാൽ ഓരോ മിനിറ്റിലും എനിക്ക് 20 ലക്ഷം രൂപ കിട്ടും. എന്നാൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഫോണിനോട് അഡിക്ഷൻ ഉണ്ടാകുന്നത്? നമ്മൾ അഡിക്ഷനെ പറ്റി എന്ത് പറഞ്ഞാലും നമ്മൾ അപ്പം തന്നെ കേൾക്കുന്ന ഒരു ടേമാണ് ഡോപ്പമൈൻ. നമ്മൾ ഇതിനെപ്പറ്റി കേട്ട് മടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ഈ ഡോപ്പമൈൻ ഉള്ളത്? വൈ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. ഈ ഡോപ്പമൈൻ വന്നിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിനെ ആക്റ്റീവ് ആക്കും, അതല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യും. അതായത് ഇവർ വന്നിട്ട് നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് സന്തോഷം തരുന്ന പാർട്ടിനെ ആക്റ്റീവ് ആക്കും. അങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, നിങ്ങൾ ആ ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യൂ. വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡോപ്പമൈൻ റിലീസ് ആവും, അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ്സും കിട്ടും. പക്ഷെ ബേസിക് ആയിട്ട് ഈ ഡോപ്പമൈൻ നമ്മുടെ ബോഡിയിൽ ഉള്ളത് സർവൈവലിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാനായിട്ട് ഡോപ്പമൈൻ നേഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഡോക്ടർ അന്ന ലെംകെ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു എലിയെ എടുത്തു വെച്ചിട്ട് അതിന്റെ ബ്രെയിനിലുള്ള ഡോപ്പമൈൻ റിസപ്റ്റേഴ്സിനെ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു എന്ന് കരുതുക. അതിനുശേഷം നമ്മൾ അതിന്റെ വായിലേക്ക് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഫുഡ് കഴിക്കും, അതിന് പ്ലഷർ കിട്ടും, അതല്ലെങ്കിൽ സന്തോഷം കിട്ടും. പക്ഷെ നമ്മൾ ഫുഡ് അതിന്റെ വായിൽ വെച്ച് കൊടുത്തില്ല, അതിൻ്റെ ഒരു കൈ അകലത്തിൽ നമ്മൾ ഫുഡ് കൊണ്ട് വെച്ചാൽ പോലും ഈ എലി ആ ഫുഡ് എടുത്ത് കഴിക്കില്ല. ഈ എലി അവിടെ പട്ടിണി കിടന്ന് മരിക്കും എന്നാണ് ഇവർ പറയുന്നത്. കാരണം എലിക്ക് ആ ഫുഡ് എടുക്കാനുള്ള മോട്ടിവേഷൻ എങ്ങും നിന്നും കിട്ടുന്നില്ല. കാരണം ഈ ഡോപ്പമൈൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ അതെടുത്താൽ നിനക്ക് പ്ലഷർ കിട്ടും എന്ന് നമുക്ക് തരുന്ന മെസ്സേജാണ്, അതല്ലെങ്കിൽ ആ ഒരു മെമ്മറിയാണ്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഫുഡ് എടുത്താൽ നിങ്ങൾക്ക് പ്ലഷർ കിട്ടും എന്ന് ആ എലിക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പക്ഷേ ഈ ഫോണിൻ്റെ കേസിൽ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലഷർ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ പോലും നമ്മുടെ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യും ഇൻ ആൻറ്റിസിപ്പേഷൻ. ഇത് അഡിക്ഷനിൽ കൊണ്ടെത്തിക്കും. മറ്റൊരാൾ ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കും നമ്മുടെ ഫോൺ എടുത്ത് യൂസ് ചെയ്യാൻ തോന്നാറില്ലേ? അതിന് കാരണം മറ്റൊരാൾ ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഫോണിനെ പറ്റി ഓർക്കും, ഡോപ്പമൈൻ റിലീസ് ചെയ്യും. അത് യൂസ് ചെയ്യാനുള്ള ആ ഒരു ക്രേവിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. ഇത് ഫോണിന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള അഡിക്ഷനും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോണിൻ്റെ ക്രേവിങ്ങിന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോൾ ബിരിയാണി കഴിക്കാനാണ് ക്രേവിംഗ് തോന്നിയതെങ്കിൽ നമ്മളൊരു കടയിൽ പോകും, ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കും, അതല്ലെങ്കിൽ 2 ബിരിയാണി വാങ്ങിച്ച് കഴിക്കും. നമുക്ക് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്തും. പക്ഷേ നമ്മളുടെ ഫോണിലുള്ള മിക്ക ആപ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നിറഞ്ഞു, അതല്ലെങ്കിൽ നമുക്ക് മതിയായി എന്നൊരു തോന്നൽ നമുക്ക് വരാത്ത രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ടിക്ടോക്കും ഒരു എൻഡ്ലെസ് പേജ് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഡോപ്പമൈൻ ലാബ്സിന്റെ ഫൗണ്ടർ റാംസേ ബ്രൗൺ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അഡ്വർടൈസേഴ്സ് ആണ് അതിനുവേണ്ടി പൈസ കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ അവർക്ക് വിൽക്കുന്നത് നമ്മുടെ ഐബോൾസ് ആണ് എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ ഒരുപാട് പാടുപെടേണ്ടതായിട്ട് വരുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് ആളുകളോട് പറയാറുണ്ട്, നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, അതല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം എടുത്താൽ മതി, ഇനി ചെയ്യില്ല എന്ന്. ഈ ഒരു അഡിക്ഷൻ നിന്റെ അഹങ്കാരം മാത്രമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ പല ആളുകൾക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട്. ബട്ട് എന്താണ് ഇതിലെ സത്യം? ഡോക്ടർ അന്ന ലെംകെ തന്നെ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 100 വർഷത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ന്യൂറോ സയൻസിലെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഫൈൻഡിങ്ങിനെ പറ്റി അവിടെ പറയുന്നത്, പ്ലഷറും പെയിനും നമ്മളുടെ ബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. ലൊക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് കൈ പിടിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ്. പെയിനും പ്ലഷറും. ആൻഡ് അത് രണ്ടും വർക്ക് ചെയ്യുന്നത് ഒരു ബാലൻസിന്റെ 2 സൈഡ് പോലെയാണ് എന്നുമാണ്. അതായത് ഒരു സീസോ പോലെ. നമ്മൾ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അത് ആ സൈഡിലേക്ക് ചരിയും. നമ്മൾ പെയിൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ അത് മറ്റേ സൈഡിലേക്ക് ചരിയും. പക്ഷെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അത് 2 സൈഡിലോട്ടും ടിൽറ്റ് ആവാതെ നേരെ ഇക്വിലിബ്രിയത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഏതെങ്കിലും ഒരു സമയം ഇതിന് ചെറിയൊരു ടിൽറ്റ് വന്നാൽ ബ്രെയിൻ അപ്പം തന്നെ കുറച്ച്
എഫേർട്ട് എടുത്ത് അതിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ബ്രെയിൻ തന്നെ കുറച്ച് ന്യൂറൽ അഡാപ്റ്റേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ച് വരുന്നത്. അപ്പോൾ ഡോപ്പമൈൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡ്രഗ് നമ്മൾ യൂസ് ചെയ്താൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്താൽ, നമ്മൾ ഫോൺ യൂസ് ചെയ്താൽ, നമ്മളുടെ ഈ ബാലൻസ് പ്ലഷറിന്റെ സൈഡിലേക്ക് ചെറുതായിട്ട് ടിൽറ്റ് ചെയ്യും. അപ്പോൾ അതിനെ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് നമ്മളുടെ ബ്രെയിൻ കുറച്ച് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് അത് നേരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഹാങ് ഓവർ ഉണ്ടാവാനുള്ള കാരണം ഇതാണ് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൂടുതൽ കൺസ്യൂം ചെയ്യും. നമ്മുടെ ബ്രെയിൻ അത്രയും തന്നെ എഫേർട്ട് ഇട്ട് ന്യൂറോ അഡാപ്റ്റേഷൻ പെയിൻ സൈഡിൽ ചെയ്യും. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത്, നമ്മളുടെ ബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ പെയിൻ സൈഡിൽ ന്യൂറൽ അഡാപ്റ്റേഷൻ ചെയ്ത് ക്രോണിക് ആയിട്ടുള്ളൊരു ടിൽറ്റ് നമ്മുടെ പെയിൻ സൈഡിൽ ഉണ്ടാവും. ഇത് റിവേഴ്സ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഇത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ ഒരുപാട് കള്ള് കുടിച്ച് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര പെയിനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര തലവേദനയാണ് എന്നൊക്കെ പറയാറില്ലേ. അതായത് അവർ എണ്ണിക്കുമ്പോൾ തന്നെ അവർ പെയിൻ സൈഡിലേക്ക് ടിൽറ്റഡ് ആണ്. അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന ആ ഡ്രഗ്, അതല്ലെങ്കിൽ അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന മദ്യം അല്ലെങ്കിൽ മറ്റെന്തുമാവട്ടെ, അത് യൂസ് ചെയ്ത് ഈ പെയിൻ സൈഡിലെ ടിൽറ്റ് തിരികെ നേരെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർക്ക് നോർമലായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. നമ്മൾ തന്നെ പല ആളുകളെ നോക്കി രാവിലെ തന്നെ 2 എണ്ണം അടിക്കാത്തത് കൊണ്ടാണോ നിന്റെ കൈ വിറയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. ഇതൊരു തമാശയല്ല. ഇനി ഈ അഡിക്ഷൻ നിർത്തുന്നതിൻ്റെ ഭാഗമായി എത്രത്തോളം പെയിൻ വന്നാലും ഇവർ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റീലാപ്സിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഈ പെയിൻ എടുക്കേണ്ടതായിട്ട് വരും, ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ബട്ട് ഇത് റിവേഴ്സ് ചെയ്യും എന്നുള്ളതും ഉറപ്പാണ്. അവർ തിരിച്ച് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തും. ആ ജേർണി ഒരിക്കലും ഈസി ആവാൻ പോകുന്നില്ല. ബട്ട് നമ്മുടെ ലൈഫിൻ്റെ ഇക്വിലിബ്രിയത്തിനായിട്ടും നമ്മുടെ ബ്രെയിനിൻ്റെ ഇക്വിലിബ്രിയത്തിനായിട്ടും ഇങ്ങനെ ഒരു കാര്യം എടുത്തേ മതിയാവും. 2022 നടന്ന ഒരു സ്റ്റഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ്, ഒരു സ്ക്രീനിൽ നിന്ന് വായിക്കുന്നതും ഒരു പേപ്പറിൽ നിന്ന് വായിക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു പേപ്പറിൽ വായിക്കുന്നതാണ് കൂടുതൽ എന്നാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ഒരു റൂമിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് പോലും, അത് സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും നമ്മുടെ ഫോക്കസിനെയും നമ്മുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റിയും അത് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഈ ഡോപ്പമൈൻ നേഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അവരോട് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന്. അതിന് മറുപടിയായിട്ട് അവർ പറയുന്നത്, അവർ ഇതേപോലെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും അവരെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുള്ള മിക്ക പേഷ്യൻസും ഇതേപോലെ ക്രോണിക് ആയിട്ടുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു എന്നുമാണ്. അതിനുശേഷം ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഈ അഡിക്ഷനൊക്കെ പയ്യെ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് എത്തുന്ന പേഷ്യൻസിൽ മാത്രമല്ല, ലോകത്തിലുള്ള പല ആളുകൾക്കും, ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ പുസ്തകം എഴുതിയതെന്ന് അവർ പറയുന്നു. ഇനി നമ്മുടെ സ്മാർട്ട് ഫോണിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയെ പറ്റി ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഇത് ഒരുപാട് ആളുകൾ പറയുന്നതാണ്. എല്ലാ ആളുകളും അവരുടെ ലൈഫിൻ്റെ ബെസ്റ്റ് പാർട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. മോസ്റ്റ് കേസസിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെ ലൈഫിൻ്റെ ബെസ്റ്റ് പാർട്ടും നമ്മുടെ ലൈഫിൻ്റെ വേഴ്സ്റ്റ് പാർട്ടും തമ്മിലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂമൻലി ആയിട്ടുള്ള കാര്യമാണ്, എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മളെയൊക്കെ അതിലേക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ല, നമ്മുടെ സ്ട്രെസ്സിനെയും സ്ലീപ്പിനെയും ഫോൺസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിഹേവിയറിനെ മാത്രമല്ല, നമ്മുടെ ബയോളജിയെ പോലും ഫോൺസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ടും ലിവറും ഒക്കെ ഒന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രിറ്റി മച്ച് സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിൻ കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ചിങ് പ്രോസസ്സിൽ നമുക്ക് ചെറിയൊരു പങ്കുണ്ട് എന്നുമാണ് റിസർച്ചേഴ്സ് പറയുന്നത്. നമ്മളൊരു ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് സ്പാൻ കൊണ്ട് പെട്ടെന്ന് ഹാപ്പിനെസ്, പിന്നെ സാഡ്, പിന്നെ ആങ്ഷ്യസ്, പിന്നെ ആംഗ്രി, പിന്നെ ഡിപ്രസ്ഡ്, പിന്നെ ഇഗ്നോർഡ്, പിന്നെ ലോൺലി, ഫ്രസ്ട്രേറ്റഡ്, ഇങ്ങനെ ആയിരക്കണക്കിന് ഇമോഷൻസ് ആണ് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മളൊരു നോർമൽ ഫോൺ യൂസേജിൽ തന്നെ നമ്മളൊരു നല്ല മെസ്സേജ് കണ്ടാൽ നമ്മൾ ഹാപ്പി ആവും. പെട്ടെന്നൊരു വർക്ക് മെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവും. സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയാൽ നമ്മൾ ആങ്ഷ്യസ് ആവും. മറ്റുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോട്ടോസ് ഇടുന്ന കാണുമ്പോൾ നമ്മൾ ഇൻസെക്യൂർ ആവും. മറ്റുള്ള ആളുകൾ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യും. ഇതിനെല്ലാം മുകളിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസോ ഷോർട്സോ ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന സമയത്ത് ഓരോ റീൽസും ഓരോ ഷോർട്സും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നത്. എത്രത്തോളമാണ് നമ്മുടെ ഇമോഷൻസ് മാറി മാറി വരുന്നത് എന്ന് ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും.
ഉണ്ടാകും. ഇതൊക്കെ നമ്മളെ നന്നായിട്ട് സ്ട്രെസ് ചെയ്യും. ഈ ഇമോഷൻസ് ഒന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഈ ഫോൺസ് നമ്മുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം രീതിയിലാണ്. നമ്മുടെ ഡേ ലൈറ്റിനെ നമുക്ക് ബ്ലൂ ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സൂര്യൻ താണ് ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലൂ ലൈറ്റ് കുറയും. അങ്ങനെ ഡാർക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനുള്ളിലുള്ള ഒരു ഗ്ലാൻഡ് അത് മെലറ്റോണിൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ മെലറ്റോണിനാണ് നമ്മുടെ ബ്രെയിനിനോട് പറയുന്നത് രാത്രി സമയമായി, അതിനുശേഷം നമുക്ക് സ്ലീപ്പി ഫീലിംഗ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ ബ്ലൂ ലൈറ്റ് ഉണ്ടാക്കുന്നത് സൂര്യൻ മാത്രമല്ല, നമ്മുടെ സ്ക്രീൻസും ഉണ്ടാക്കുന്നത് ബ്ലൂ ലൈറ്റ് തന്നെയാണ്. ഈവനിങ് സമയത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഒരു ഇൻഡിക്കേഷനും കിട്ടില്ല ഡാർക്കായി അല്ലെങ്കിൽ ഇരുട്ടായി എന്നുള്ള കാര്യം. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് ഉറക്കം വരുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ പോയി കട്ടിലിൽ കിടന്നിട്ട് കുറച്ച് നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനകം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. എത്ര സ്ലീപ്പി ആണെങ്കിലും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. മിക്ക ഫോൺസിലും വെൽബീയിങ് മോഡ് ഉണ്ട്. വെൽബീയിങ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമ്മുടെ ഫോണിന്റെ സ്ക്രീൻസ് മാറുന്ന സെറ്റിംഗ്സ് മിക്ക ഫോണിലും ഉണ്ട്. അപ്പോൾ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്ന് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ തന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തൊക്കെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യം ചോദിച്ച 15 ക്വസ്റ്റ്യൻസിന്റെ നിങ്ങളുടെ റിസൾട്ടിന്റെ അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ സ്കോർ 1 തൊട്ട് 2 വരെ ആണെങ്കിൽ അത് വളരെ നോർമലാണ്. ഇനി 3 തൊട്ട് 4 വരെ ആണെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ തന്നെ ചെറുതായിട്ട് വാച്ച് ചെയ്തോളൂ. 5 അതിനു മുകളിലോ ആണെങ്കിൽ പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ കമ്പൾസീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ യൂസേജ് പാറ്റേൺ ആണ് എന്ന് മനസ്സിലാക്കുക. 8 അതിന് മുകളിലോ ആണെങ്കിൽ അത്യാവശ്യം നല്ല അഡിക്റ്റഡ് ആണ്. മേ ബി നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് മെഡിക്കൽ അഡ്വൈസ് വേണ്ടി വന്നേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് മാത്രം എടുക്കാം. ഒരു മെന്റൽ ബിഹേവിയറും അഡിക്ഷനും ഒന്നും ഇങ്ങനെ ഒരു സിമ്പിൾ 15 ക്വസ്റ്റ്യൻ കൊണ്ട് അസസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങളുടെ ഫോൺ അഡിക്ഷൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെഡിക്കൽ എക്സ്പെർട്ടിനെ തന്നെ കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് എക്സസൈസ്. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബ്രെയിനിലുള്ള ഗ്രേ മാറ്റർ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ ഓവറോൾ നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനും നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഒക്കെ എക്സസൈസ് പലതരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. വീക്ക്ലി 150 to 200 മിനിറ്റ്സ് എങ്കിലും ബ്രിസ്ക് വാക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നമ്മുടെ ബോഡി എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്, കൺസിഡറിങ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച്. അതായത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോണിനോട് അഡിക്റ്റഡ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം മാറ്റിമറിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കാതെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോണിന്റെ യൂസേജ് ഡേ ബൈ ഡേ കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക. ഇനി മൂന്നാമതായിട്ട് സ്ട്രിക്റ്റ് റൂൾസ് ഫോർ സോഷ്യൽ മീഡിയ. സിലിക്കൺ വാലിയിൽ ഇരുന്നുകൊണ്ട് എത്ര ബുദ്ധിയുള്ള ആളുകളാണെങ്കിലും അവരെത്രയൊക്കെ നമ്മളെ അഡിക്റ്റ് ചെയ്യാൻ നോക്കിയാലും നമ്മളെല്ലാവരും ചിന്തിക്കാൻ കഴിവുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അവർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നു, അവർ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ ലൈഫ് മറ്റൊരാളുടെ കൺട്രോളിലാവാതെ ഇരിക്കുക എന്നുള്ളത് 100% നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെക്കുക. എത്ര സമയം ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ഏതൊക്കെ ദിവസം ഉപയോഗിക്കണം, ആ റൂൾസുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി നാലാമത്തത്, റീഡ് 1 പേജ് എ ഡേ. ഒരു പുസ്തകത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്നായിരിക്കാം, ഒരു മാഗസിനിൽ നിന്നായിരിക്കാം. ഫിസിക്കലായിട്ട് ഒരു പുസ്തകം കയ്യിലെടുത്ത് വെച്ചിട്ട് ഒരു പേജ് ഒരു ദിവസം വായിക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമതായിട്ട്, സേ നോ ടു നോട്ടിഫിക്കേഷൻസ്. നമ്മുടെ എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓപ്പൺ ആക്കി വെക്കണം അല്ലെങ്കിൽ ഓൺ ആക്കി വെക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ആയിരിക്കും ഒരു ദിവസം ഡിസ്ട്രാക്റ്റഡ് ആവാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഫണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതും എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. ഇനി ആറാമത്തത്, സെറ്റ് ബൗണ്ടറീസ് ഇൻ സ്ലീപ്പ് സോൺ. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള റൂൾസ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വെക്കുക. അത് കൃത്യമായിട്ട് പാലിക്കാനും ശ്രമിക്കുക. ഇത് നമ്മൾ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ബെഡ്റൂമിലേക്കോ ബെഡിലേക്കോ നമ്മൾ ഫോൺ കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ മാറ്റി മറിക്കാൻ പറ്റുന്നത്ര രീതിയിൽ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ സ്ട്രിക്റ്റ് റൂൾസ് വെക്കാൻ ശ്രമിക്കുക. ഇനി ഏഴാമത്തത്, ട്രൈ യൂസിങ് ലാപ്ടോപ്പ് ഫോർ ഇന്നെവിറ്റബിൾ ടാസ്ക്സ്. നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ വീട്ടിലാണെങ്കിൽ, നമ്മൾ വർക്ക് പ്ലേസിലെ കാര്യമല്ല, നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് എടുത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതും ഫോൺ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മെയിലിന് റിപ്ലൈ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ മെയിലിന് റിപ്ലൈ ചെയ്തതിന് ശേഷം ആ ഫോൺ മടക്കി അവിടെ വെക്കാൻ പോകുന്നില്ല. നമ്മൾ നേരെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലേക്കോ ഒരു സോഷ്യൽ മീഡിയ ആപ്പിലേക്കോ പോയി മണിക്കൂറുകളോടെ സ്പെൻഡ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ മെയിലിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 5-10 നോട്ടിഫിക്കേഷൻ വരും. അവിടുന്ന് നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണം
ചെയ്യണം എന്ന് തോന്നുന്ന ടാസ്കുകളിൽ നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്രോബബ്ലി നമ്മൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടക്കി നമ്മൾ മാറ്റി വയ്ക്കുകയായിരിക്കും സാധാരണ ചെയ്യുന്നത്. ഇനി 8ാമത്തത്, മേക്ക് യൂസ് ഓഫ് വെൽ ബീയിങ് മോഡ്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ വെൽബീയിങ് മോഡുണ്ട്. അതിനും പല പേരുകളിലായിരിക്കും ഓരോ ഫോണുകളും ഓരോ ബ്രാൻഡുകളും ഇറക്കുന്നത്. പക്ഷേ മിക്ക ഫോണുകളിലും ഇപ്പോൾ വെൽബീയിങ് മോഡുണ്ട്. പലതരത്തിൽ നമുക്കതിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, നമ്മൾ ഒരു ദിവസം ഇത്ര സമയത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അത് നമ്മളെ ഒന്ന് നോട്ടിഫൈ ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യെല്ലോ ലൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ നമ്മുടെ ഫോൺ രാത്രി അല്ലെങ്കിൽ ഈവനിങ് ഒരു 6 മണിക്കോ 7 മണിക്കോ ശേഷം മാറുന്നതായിട്ട് വെൽബീയിങ് മോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള വെൽബീയിങ് മോഡിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളോടൊന്ന് പറയാം. ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അത്യാവശ്യം കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ കുറേ ആർട്ടിക്കിൾസും കുറേ പുസ്തകങ്ങളും ഒക്കെ വായിക്കുകയുണ്ടായി. പക്ഷേ നമ്മൾ ഏതൊരു ആർട്ടിക്കിളും ഏതൊരു പുസ്തകവും വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് ഡിസഗ്രിമെൻറ്റ് തോന്നിയേക്കാം. സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യത്തിനോട് നമുക്ക് ഡിസഗ്രിമെൻറ്റ് തോന്നുക എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമുക്ക് അതിൽ ഡിസഗ്രിമെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സയൻറ്റിഫിക്കലി പ്രൂവൺ തന്നെയാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടും അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചസ് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത സമയത്ത് നമുക്ക് അത് വിശ്വസിക്കാൻ തോന്നാറില്ല. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായേക്കാം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പുസ്തകങ്ങളിലെ മിസ്റ്റേക്കിനെ പറ്റിയല്ല, ഞാൻ എൻ്റെ ഡിസഗ്രിമെൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മൾ എല്ലാ ആളുകളും വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഫിനാൻസ് ബേസ്ഡ് പുസ്തകവും അത് തന്നെയായിരിക്കും. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിൽ തന്നെ എനിക്ക് ഡിസഗ്രിമെൻ്റ് ഉള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകം. അതിലും എനിക്ക് ഡിസഗ്രിമെൻ്റ് ഉള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. സിമിലർ ആയിട്ട് ഈ ഒരു ടോപ്പിക്, അതായത് ഈ ഫോൺ അഡിക്ഷനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ഞാൻ വായിച്ച പുസ്തകങ്ങളിലും എനിക്ക് ഡിസഗ്രിമെൻ്റ് തോന്നിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പുസ്തകത്തിലുള്ള മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എനിക്ക് അതിലെ കാര്യങ്ങൾ അത്ര സെൻസ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം. എൻ്റെ സൈഡിൽ നിന്നും കൂടുതൽ റിസർച്ച് അതിന് ആവശ്യമായിട്ട് വന്നേക്കാം. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ അത് ശരിയാണെന്ന് ഞാൻ കണ്ടെത്തുന്നത്, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കത് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് വളരെയധികം സെൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കമന്റ് സെക്ഷനിൽ വന്ന് അത് ചൂണ്ടിക്കാണിക്കാം. ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങളും ലിങ്കും ഫോട്ടോസും സ്ക്രീൻഷോട്ട്സും ബുക്സും എല്ലാം ഞാൻ ഒരു ഡ്രൈവിൽ ഇട്ടതിന് ശേഷം എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ആക്കി ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കയറി റിസർച്ച് ചെയ്ത് എനിക്ക് ആ തെറ്റ് കാണിച്ചു തരാനായിട്ടോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ദർ ഇസ് നോ ഈഗോ ഹിയർ. നമുക്ക് എല്ലാവർക്കും ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് മുമ്പോട്ട് പോവാം. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് ആദ്യം ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത്രയും ലോങ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസിന്റെ ഡിസ്ട്രാക്ഷനിൽ വീഴാതെ കാണാൻ സാധിച്ചോ എന്ന് എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ വീഡിയോ കുറച്ച് ബോറിംഗ് ആയതുകൊണ്ടായിരിക്കാം ആളുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത്, എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ആരെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് തീർത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും താഴെ ഷെയർ ചെയ്യുക. ഒരേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മൾ നമ്മുടെ ഒരിക്കലും തീരാത്ത ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഓരോ നോട്ടിഫിക്കേഷൻ്റെയും ഇടയിൽ കിട്ടുന്ന സമയമാണ് ലൈഫിൽ നമുക്ക് തരുന്ന ഏറ്റവും നല്ല മെമ്മറീസും ഏറ്റവും നല്ല കണക്ഷൻസ് എന്നും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് റിയലൈസ് ചെയ്യാം.